50 ലക്ഷമുണ്ട്. ഓൺലി എ ടോക്കൺ അഡ്വാൻസ്. ബാക്കി പേയ്മെന്റ് നാളെ. നാളെ? അറ്റ് വാട്ട് ടൈം? ബാങ്ക് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ്, ബിഫോർ 2 o'clock. രാമു, നീ വലിയ ഗ്രാഫിക് ഡിസൈനർ അല്ലേ? എനിക്ക് 1-2 ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വേണം, ഒറിജിനലിനെ വെല്ലുന്നത്. എന്തൊക്കെയാ? പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, കരം കെട്ടിയ രശീതി. ആരുടെ പാസ്പോർട്ട്? സാമുവൽ ജോണിന്റെ. അച്ചായന് വയസ്സായി. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഇപ്പൊ പഴയതുപോലെ പലിശയൊന്നുമില്ല. അതുകൊണ്ട് സാമുവൽ അച്ചായൻ തന്റെ പേരിലുള്ള ഓറിയന്റൽ സെൻട്രൽ ബാങ്കിലെ അക്കൗണ്ട് പിൻവലിക്കുന്നു. ആടപടല. ഗുഡ് മോർണിംഗ് സർ. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? എനിക്ക് നിങ്ങളുടെ മാനേരെ ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ മാനേജറെ കാണാൻ ബുദ്ധിമുട്ടാവും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ മാനേജരല്ല, ചെയർമാൻ സെൻഗുപ്ത വന്ന് തൊഴുതു നിൽക്കും. റൂബി. Yes, sir. Introduce me. He's Mr. Samuel John Puthenthopil Bangalore from Manarkad, Kottayam. സാമുവൽ ജോൺ, SP അക്കൗണ്ട് നമ്പർ 3. You said it. ക്ഷമിക്കണം സർ. പ്ലീസ് ഡൗൺ. മാഡം പ്ലീസ് 1 minute സർ. ജസ്റ്റ് 1 minute. I am Ramkumar, branch manager, sir. പേരിലൊന്നും വലിയ കാര്യമില്ല, സർവീസാണ് പ്രധാനം. I am at your service, sir. Then you prove it, man. Please come. Please. സാമുവൽ സാറ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡിപ്പോസിറ്ററാണ്. അതുകൊണ്ട് സ്റ്റാഫിനൊക്കെ ആളെ കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനൊരു കാഴ്ച വസ്തുവല്ല. It's very hot. Take your seat. നിങ്ങളുടെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററായ സാമുവൽ ജോൺ ഞാൻ തന്നെയാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? താനെന്നല്ല, തനിക്ക് മുമ്പുണ്ടായിരുന്ന മാനേജർമാര് പോലും എന്നെ അറിയത്തില്ല. ഞങ്ങളെ ഡെപ്പോസിറ്റിൽ ചേർത്തത് അന്നത്തെ ബാങ്ക് ചെയർമാനായിരുന്ന സമ്മർ ഗംഗോലി. അതും നമ്മുടെ ഹൗസിൽ വന്നാ ചേർത്തത്. That was in 1965. അന്ന് എനിക്ക് പാലക്കാട്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, കാപ്പിയുടെ. റൂബിയെ, അതൊക്കെ ഒന്നെടുത്ത് കാണിച്ചു കൊടുത്താട്ടെ. ഇത് സാറിന്റെ പാസ്പോർട്ട്, റേഷൻ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്. ഇത് സാറിന്റെ റോട്ടറി ക്ലബ് കാർഡ്. ബുഷ് നമ്മുടെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചപ്പോ എടുത്ത ഫോട്ടോ അങ്ങ് എടുത്ത് കാണിക്കണി വേണേ. ഏത് ബുഷ്? അമേരിക്കയിലെ രാജീവ് ഗാന്ധി. സാറിനെ പോലൊരാളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് സങ്കടമാണ്. സങ്കടപ്പെടണ്ട. യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി. ഞാനിവരെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ ഭാര്യ ചേച്ചക്കു. പൂച്ചക്കുഞ്ഞല്ല, ചേച്ചക്കുഞ്ഞ്. ഇതെന്റെ സെക്രട്ടറി റൂബിക്കുഞ്ഞ്. തൊടാതെ സംസാരിച്ചോടാ മനുഷ്യ. എന്റെ കണ്ണ് തെറ്റിയ ഇതിയാന്റെ കൈ സെക്രട്ടറിയുടെ ദേഹത്താ. ബിഹേവ് യുവർ സെൽഫ് ചേച്ചേ. ആ മാനേരെ, എനിക്കൊരു ചെക്ക് ലീഫ് വേണം. ഒരു ചെക്ക് ലീഫ് ഇങ്ങ് കൊണ്ടുവരും. ഞങ്ങളുടെ പിള്ളേരെല്ലാം അങ്ങ് USA-യില്ല. അവന്മാർക്കൊന്നും മടങ്ങി വരാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോവുക. ഇവിടെ ഇതിന് മാത്രം പണം കുന്നുകൂട്ടിയിട്ട് എന്നെ എടുക്കാനാ? അത് വല്ല നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ മേലായോ? ആ ചെക്കിങ് തന്നേ. വെല്ലിപ്പിച്ചോ, ഉപ്പിടട്ടോ. നീ ധൈര്യമായിട്ട് ഉപ്പിടാ കൊച്ചുബേബി. കള്ള ഉപ്പിന്റെ ആശാനായിരുന്ന അറക്കളം പീലിയുടെ കൊച്ചുമോനാ നീ.
എങ്ങനെയുണ്ട് എൻ്റെ ഒപ്പ്? കളകിയിട്ടുണ്ട് മോനെ. എത്ര രൂപയ്ക്ക് ചെക്ക് എഴുതണം വല്യപ്പച്ച? നീ ഒരു 9 കോടിക്ക് എഴുത്. പക്ഷെ ഫാക്ടറി മേടിക്കാൻ 5 കോടി മതിയല്ലോ. നീ എഴുതടാ ചേർക്ക. ബാക്കി കാശുകൊണ്ട് വേറെ ചില പുണ്യപ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്നാ പിന്നെ 10 തികച്ച് എഴുതട്ടെ. അവന്റെ അക്കൗണ്ട് അടപടലെ ക്ലോസ് ചെയ്യാം. ഏയ്, അത് പ്രാക്ക് കിട്ടുന്ന പണിയാവട്ടാ. പണ്ട് ഭണ്ഡാരക്കുറ്റി പൊളിക്കുമ്പോഴും ഞങ്ങൾ ചില്ലറകൾ അവിടെ ഇട്ടേക്കും. അതാ അതിൻ്റെ ഒരു ശരി. മോഷണം സത്യമുള്ളൊരു തൊഴിലാ മോനെ. ഓക്കെ, റൈറ്റ്. റൂബി, സർ. 9 crores. സാർ, ഇത് യെസ്, 9 crores, 9 കോടി. സാർ, ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെയർ. യെസ്, ഇറ്റ് ഈസ് റെയർ ബട്ട് നോട്ട് ഇമ്പോസിബിൾ. ഈ SB അക്കൗണ്ടിന്റെ സുഖം എന്ന് പറയുന്നത് അതാ. 10 പൈസ മുതൽ എത്ര കോടി വേണേലും ഒറ്റ ചെക്ക് മതി. നിയമ തടസ്സം വല്ലതുണ്ടോ? നോ, നത്തിങ് സാർ. പക്ഷേ വേറെ ചില പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇത്രയും വലിയ തുക ഒരു ബാങ്കിലും സൂക്ഷിച്ചു വെക്കാറില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള മറ്റ് ബാങ്കുകളിൽ നിന്നുകൂടി പണം അറേഞ്ച് ചെയ്യേണ്ടി വരും. അതിന് നിയമ തടസ്സം വല്ലതുണ്ടോ? നോ സാർ. Then hurry up, man. നമ്മുടെ ഭാഗത്ത് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇന്നലെ ഒന്ന് വിളിച്ച് പറയേണ്ടതായിരുന്നു. അതിന് രാവിലെ അല്ലേ സർ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? കൈ മാറ്റടി അസത്തെ. സാർ, ആ, എന്നാ? ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓ, മാക്സിമം ഹാഫ് ആൻ അവർ. ഓ ഓ ഓ അയ്യോ, അവൻ പോലീസിനെ വിളിക്കാൻ പോയതാണോ? അവൻ റീജിയണൽ മാനേജരെ വിളിക്കും. ഏറിപ്പോയ സോണൽ മാനേജർ. ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ മാനേജർക്ക് ചെയ്യണമല്ലയോ? അയാൾ ഈപ്പനെ വിളിച്ചാലോ? നിയമപരമായി സാമുവൽ ജോണിന്റെ അക്കൗണ്ടുമായിട്ട് ഈപ്പന് ബന്ധമൊന്നുമില്ല. പക്ഷേ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈപ്പൻ ആയതുകൊണ്ട് മാനേജരെ വിളിക്കാൻ സാധ്യതയുണ്ട്. കുഴപ്പാവോടാ പൊടിയാ. മീനു, let us wait and see. Yes, regional manager, Oriental Central Bank. What? 9 കോടിയോ? ഓക്കെ, ആസ് പെർ റൂൾ നമ്മൾ പണം കൊടുത്തേ പറ്റൂ. എന്നാലും ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ തുകയെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റയറസ്റ്റ് ഓഫ് എ റയർ ഇൻസിഡന്റ്. അയാളുടെ ഐഡന്റിഫിക്കേഷൻസ് കറക്റ്റ് ആണല്ലോ? ഫോർജറി അല്ലല്ലോ? പാസ്പോർട്ട് ഐഡന്റിഫിക്കേഷൻ കാർഡ്സ് എല്ലാം കറക്റ്റാണ് സാർ. എന്നാലും എനിക്കൊരു പേടി. സാറൊന്ന് ഇവിടെ വരെ വരണം. അബദ്ധം പറ്റിയ എൻ്റെ 7 ജന്മം കൊണ്ട് തിരുത്താൻ പറ്റില്ല സാർ. ഓക്കെ, ഞാൻ വരാം. താൻ ഏതായാലും SBIയിൽ വിളിച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യൂ. കൊടുക്കുന്നത് ഞാൻ വന്നിട്ട് മതി. എന്തായാലും ഈപ്പൻ മുതലാളി ഒന്ന് വിളിക്കാം. അങ്ങേരുടെ കക്ഷിയാണല്ലോ സാമുവൽ ജോൺ. ഹലോ, ഈപ്പൻ സാറല്ലേ? ഞാൻ മകനാണ്, പീറ്റർ. ഞാൻ തോമസ് മാത്യു, ഓറിയന്റൽ ബാങ്കിന്റെ റീജിയണൽ മാനേജറാണ്. അപ്പൻ കുളിക്കുകയാണ്. ഒന്ന് ഹോൾഡ് ചെയ്യൂ, ഞാൻ നോക്കട്ടെ. അപ്പ ആ ഓറിയന്റൽ ബാങ്കിന് റീജിയണൽ മാനേജർ വിളിക്കുന്നു. ബാങ്ക് വരെ ഒന്ന് ചെല്ലണമെന്ന്. എന്താ കാര്യം? കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പനോടൊന്ന് ചെല്ലാൻ പറഞ്ഞു വേഗം. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ. ആ സക്കീർ അലിയും അവന്റെ അപ്പനും കാത്തു നിന്ന് ബോറടിക്കണ്ട. കാശ് എന്താ വാങ്ങിച്ചോ, ഞാൻ വരാൻ കാത്തു നിൽക്കണ്ട. ഒപ്പിടാനുള്ള കടലാസുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നാ ചെല്ല്. ഹലോ, ഈപ്പൻ ഹിയർ. നോ, ഒരിക്കലും ഇല്ല. നോ ചാൻസ്. വന്നവരാരായാലും കള്ളനാണവൻ, പെരുങ്കള്ളൻ. അത് സാമുവൽ ജോൺ അല്ല. സാമുവൽ ജോൺ അല്ലേ? വേറൊന്നുമല്ല സാർ, കാലം വല്ലാത്തതാ. വന്നവൻ ആൾമാറാട്ടക്കാരനല്ലെന്ന് ഉറപ്പുവരുത്തണമല്ലോ. സാമുവൽ അച്ചായനെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കണ്ടതാ. എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. എന്തായാലും ഞാൻ വന്നിട്ട് കാശ് കൊടുത്താൽ മതി. പീറ്ററേ, പീറ്ററേ. പൊടിയാ, പോലീസ്. ബേബിച്ചായ, നമുക്ക് മുങ്ങാം. ഏയ്, അത് നമ്മുടെ പണത്തിന് എസ്കോർട്ട് വന്ന പോലീസല്ലേ?
കക്ഷി എവിടെ? മുറിക്കകത്തുണ്ട്, വരണം. എനിക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം. പ്രഷറിന്റെ ആണോ ആവോ? പ്രായത്തിന്റെയാ. വയസ്സ് 19 ആയില്ലേ? 32. അത് കഴിഞ്ഞ മാസം. എന്താ ഇത്ര താമസം? ഇവരൊന്ന് എണ്ണി പഠിക്കാണോ? എടി എന്നെ അങ്ങോട്ട് തള്ളാൻ ഇത് ചീമോട്ടയല്ല, പൂവായ 1000ന്റെ കെട്ട്. കണ്ടിട്ട് ഡീസന്റ് അല്ലേ? ഓവേ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് തോന്നുന്നു. ബാങ്കുകാർക്ക് സംശയം തോന്നി കാണും. ബേബിച്ച എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ജോൺ സാമുവൽ അപ്പോൾ സാറിനെ കോണ്ടാക്ട് ചെയ്തതേ ഇല്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല സാറേ. അങ്ങേരിങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഓടി വന്ന് കണ്ടമാനം കാശ് വലിക്കുന്ന ടൈപ്പല്ല. ഇതേതോ തട്ടിപ്പുകാരനാ. കൊന്നു തള്ളും ഞാൻ അവനെ. മേലും കീഴും നോക്കാതെ പണിയെടുത്തുണ്ടാക്കിയ കാശാ. അതിങ്ങനെ കണ്ണി കണ്ടവൻ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സാർ തോക്ക്, കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കും. സർ പ്ലീസ്, വന്നത് തട്ടിപ്പേരാണെങ്കിലും നമുക്ക് വഴിയുണ്ട്. പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസാ? അതെന്തിനു പോലീസ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടല്ല, പിന്നെ കറൻസിക്ക് എസ്കോട്ട് വന്നതാ. പാർട്ടീസ് എവിടെ? അകത്തുണ്ട്. ഇപ്പ താൻ എന്താടോ ഇപ്പ ഒരുമാതിരി പൊന്ന് കളഞ്ഞുപോയ ജൂവലറിക്കാരന്റെ മാതിരി? തനിക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ലല്ലേ ഡാർലിംഗ്? ഇയാൾക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അതെ അതെ, അറിയാത്ത പിള്ളിക്ക് അറിയുമ്പോ ചൊറിയും. ഡാർലിംഗ്, തനിക്ക് എന്നാ പറ്റിയോടോ കോപ്പേ? നമ്മൾ ഈ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്നത് ഈ പനപ്പാപ്പന് തീരെ പിടിച്ചിട്ടില്ല സർ. ഈ പനപ്പാപ്പൻ നിന്റെ അമ്മ. ഈ പനത് എങ്ങനെ ഇഷ്ടപ്പെടും എന്റെ റൂബി? 40-40 കൊല്ലമായിട്ട് സ്വന്തം പോലെ കൊണ്ടു നടന്ന അക്കൗണ്ട് അല്ലയോ ഈപ്പച്ചോ? തക്കതായ ഒരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ ആ അക്കൗണ്ട് പിൻവലിക്കുന്നത്. അത് ഞാൻ പിന്നീട് പറയാം. സത്യം പറഞ്ഞ ഈപ്പനെ അറിയിക്കാതെ കാര്യം നടത്തണമെന്നായിരുന്നു എന്റെ മനസ്സിൽ. ഈ മാനേജർ അതങ്ങ് പൊളിച്ചു കളഞ്ഞു. ഇവര് തന്നെ വിളിച്ചു വരുത്തി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. വന്നത് ഒറിജിനൽ സാമുവലാണോന്ന് അവർക്കൊരു സംശയം. ഇപ്പൊ സംശയം മാറിയേ. എന്നാ നിങ്ങളൊന്നും അങ്ങോട്ട് പോയാട്ടെ, ഞങ്ങൾക്കൊരല്പം സംസാരിക്കാനുണ്ട്. അവിടെ നിൽക്കടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. താനിതെങ്ങോട്ട് പോവുകയാണോ? എത്ര നാളായടോ ഒന്ന് അടുത്ത് കണ്ടിട്ട്? എന്നെ ഒറ്റയാ തന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. എങ്ങനെ? സാമുവൽ ജോൺ തന്റെ സൃഷ്ടിയാണെന്ന് ഞാൻ വിളിച്ചു പോവും. 40 കൊല്ലത്തെ ഫോർജറിക്ക് മിനിമം 10 കൊല്ലം താനകത്ത. അതോ ഇവന്മാരെല്ലാം കൂടി അറിഞ്ഞിട്ടുള്ള കള്ളക്കളിയാണോ? ഇവർക്കൊന്നും അറിയില്ല. പറയണോ? വേണ്ട. ഇതെന്നതാ? അത് ടോർച്ചാട്ടാ. ഇത് ഞാനന്ന് പ്രസന്റ് ചെയ്ത തോക്കല്ലയോ തന്റെ ഷഷ്ടി പൂർത്തിക്ക്. ഡാർലിംഗ്, സീ ദിസ് ഗൺ. അല്ല, നിങ്ങൾ പോയില്ലയോ? സംശയമൊക്കെ തീർന്നു അതോ തീർന്നില്ലയോ? ഈ കണ്ടീഷനിൽ ഇനി എന്നെ നോക്കിയിട്ട് എന്താ കാര്യം? നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഗുഡ്, വേഗം ചെല്ല്. എന്നിട്ട് ആ പണം റെഡിയാക്ക്. ഞങ്ങൾക്ക് ഒരല്പം ധൃതിയുണ്ട്. നായിന്റെ മോനെ അല്ല, അറക്കളം പീലിയുടെ കൊച്ചുമോൻ, അറക്കളം ബേബി. എനിക്ക് തന്നോട് പഴയ കണക്ക് തീർക്കാനുണ്ട്. ഇതൊരു സാമ്പിൾ വെടിക്കട്ടാ എന്റെ പീലിച്ചായനെ കൊന്നതിന്. ബാക്കിയുള്ള ദൈവം തന്നോളൂ. ഈപ്പച്ച, എനിക്ക് തന്നെ മേല് നോക്കണമെന്നില്ല. പക്ഷേ കുണ്ടുകുഴിയിൽ ഇട്ടിയുടെ പരമ്പര ഞാൻ കുളം തോണ്ടും. തെണ്ടി തിന്നാനുള്ള ആരോഗ്യം വിട്ടുതരും അപ്പനും മക്കൾക്കും. അത്ര മാത്രം. അനുസരിക്കുക. ഞാൻ പറയുന്നത് അക്ഷരം വിടാതെ അനുസരിക്കുക. അല്ലെങ്കിൽ
മരിക്കുക ഓരോരുത്തരായി. അനുസരിക്കുന്നതല്ലേ എനിക്ക് നല്ലത്. തീർച്ചയായിട്ടും. ഹലോ, ഞാനാ ദീപു. ഓക്കെ 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 ഓക്കെ. ആരാടാ? ബേബി ചേനാ, അകത്തേക്ക് ചെല്ലാൻ. ബാലു, ഇവരാരാ? ഇത് നമ്മുടെ പിള്ളേരാ. പിള്ളാരെന്ന് പറയുമ്പോ പരിമല കെട്ടിച്ച മൂത്ത പെങ്ങടെ മൂത്ത മകന്റെ മക്കളാ. ആ കുടുംബത്തിൽ കംപ്ലീറ്റ് അരട്ടകളാ. കണ്ടില്ലേ, മൂന്നെത്തിയിരിക്കുന്നത്. പെങ്ങളെ താൻ അറിയും. ഉവ്വ്, എല്ലാവരും ഞാൻ അറിയും. ഇനി ഞാൻ ഓർമ്മയിൽ വെച്ചോളാം. അത് നീ ചുമ്മാ പറയുന്നു. എന്നാലും നീ മറക്കും. എല്ലാവരും ആയുധങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എടുത്തു. ആയുധങ്ങളാ? ആ, പിള്ളാരെ കയ്യിൽ ഇതുപോലെ ഓരോന്ന് കൊടുത്തിട്ടുണ്ടേ. രൂപ 1 2 അല്ല. നേരാ, കാലം വല്ലാത്തതാ. തോക്കുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു മനസ്സമാധാനം. കൊള്ളാവുന്ന തസ്കരന്മാര് വന്നാ തോക്കാവന്മാര് കൊണ്ടുപോകും. Come on children, take the bags. We are moving. Thank you for everything. വീണ്ടും കാണാം. ഇപ്പച്ച താനും പാടൂ. ഞാൻ എന്തിനാ വരണേ? എനിക്ക് പിന്നെ ഇവിടെ എന്താ കാര്യം? ഇന്ന് എന്നെ കൊണ്ടോണോ ഇത് മുഴുവനും? താൻ പാടൂ. എവിടേക്ക്? സിനിമ കാണാൻ. ഇതേ തിരികെ എടുത്ത് ഫയർ ചെയ്യാൻ എനിക്ക് 1.5 സെക്കൻഡ് മതി. ഐ എം എ ട്രെയിൻഡ് ക്രിമിനൽ. ഇപ്പ നിനക്ക് വെള്ളമറ്റോ കുടിക്കണോ? വേണ്ട. വേണ്ടേ? അപ്പൊ നിങ്ങൾ വിട്ടോ. നമ്മളെങ്ങോട്ടാ? തന്റെ കോർപ്പറേറ്റ് ഓഫീസിലോട്ട്. അതാ സക്കീർ അല്ലേ? അതെ. അപ്പൊ എന്നെ തൊലയ്ക്കാൻ തന്നെ പരിപാടിയില്ലേ? പിന്നല്ലാതെ. ബാക്കിൽ വണ്ടിയിലുണ്ട്. നേരം കുറെ ആയാലോടാ ഇത്. ഇട മണി 12:30 സക്കീറിനെ കാണുന്നില്ല, അവൻ്റെ അപ്പനെയും കാണുന്നില്ല. പീറ്റപ്പാ, എനിക്ക് 2 അടിക്കണം. ഇടാ എൻ്റെ കൈ വിറക്കി നിന്ന്. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാനൊരു 15 മിനിറ്റ് കൂടെ നോക്കും. എന്നിട്ടും വന്നില്ലെങ്കിൽ വരണവരെ നോക്കും. Yes, here comes Sakir. എടാ ഒപ്പെങ്കിൽ ഒപ്പ്. എന്ത് കോപ്പാണെങ്കിലും ഇവൻ വന്ന ഉടനെ പെട്ടെന്ന് പണി തീർത്തേക്കണം. ചുമ്മാ കാണാ ഗുണ ബോംബെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കരുത്. Hi, good morning friends. Good morning. Yeah, good morning with the late fee. Good morning. Please. Thank you. Late ആയത് സത്യം പറഞ്ഞ എൻ്റെ കുഴപ്പം കൊണ്ടല്ല. It's because of your father. My father? Yeah, അതല്ലേ തമാശ. ഞാനും എൻ്റെ ഫാദറും കൂടി ബാങ്കിൽ ചെന്നപ്പോൾ നിങ്ങളുടെ ഫാദർ അവിടെ നിൽക്കുന്നു. ഏത് ബാങ്കില്? ഓറിയന്റൽ സെൻട്രൽ ബാങ്ക്. അവിടെ എത്തിയപ്പോഴല്ലേ തമാശ. ഈപ്പൻ സാറും എൻ്റെ ഫാദറും തിക് ഫ്രണ്ട്സ്. പഴയ ബോംബെ കണക്ഷൻസ്. എന്നിട്ട് അവരെവിടെ? അവരെപ്പോഴേ പോന്നു. ഈപ്പൻ സാറിന്റെ റൂമിൽ കാണും. ചിരിച്ചത് മതി. വലിയ ബലം കൊടുക്കണ്ട. പ്ലസന്റ് ആയിട്ട് ഞാൻ പറയുന്നവங்க കേട്ടാ മതി. പാവം പീറ്റർ. അവൻ അറിയുന്നുണ്ടോ അവന്റെ മുമ്പിൽ ഇരിക്കുന്ന സാക്രറി ആരാണെന്ന്? അവൻ അണ്ടർവേൾഡ് അല്ല, ബാഹർ വേൾഡ്. ബോംബെയിൽ ഹൈ സ്റ്റേക്കിന് കളി കളിക്കുന്ന 5 സ്റ്റാർ വാടക ഗുണ്ട. അവന്റെ കയ്യിലിരിക്കുന്ന സൂട്ട് കേസ് ശ്രദ്ധിച്ചോ? അതിൽ പണമല്ല, ഇതുപോലുള്ള 4 കോർപ്പറേറ്റ് ഓഫീസുകളെ ഒന്നിച്ച് തകർക്കാൻ ശക്തിയുള്ള ബോംബ. ജെലാറ്റിൻ സ്റ്റിക്സ്. ഒരു ചെറിയ മോട്ടിവേഷൻ മതി. അറക്കളമ്പീലിയുടെ കൊച്ചുവും പക്ഷേ വാക്ക് തെറ്റിക്കല. ജീവൻ വിട്ടു ഒരു അപ്പനും മക്കൾക്കും. ജീവൻ മാത്രം. ഫാക്ടറി ഇതിന്റെ യഥാർത്ഥ ഉടമകൾക്ക് വിട്ടുകൊടുക്കണം. കൊല്ലങ്കോട്ടുള്ള ആ നെയ്ത്തുകാലത്ത് ആ മറന്നു കാണും. ഈപ്പച്ച, ഈ കാലചക്രത്തിന്റെ റൊട്ടേഷൻ പാറ്റേൺ ഒന്ന് വേറെ തന്നെയാണ്. അതിപ്പോ ആ നെയ്ത്തുകാർക്ക് അനുകൂലമായിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാനോ താനോ വിചാരിച്ച അത് പിടിച്ചു നിർത്താൻ ഒക്കുകയല്ല. വേണമെങ്കിൽ ലേശം സ്പീഡ് കൂട്ടിവിടാം. അതുകൊണ്ട്
താൻ ആ ഇന്റർകോം എടുത്ത് പീറ്ററിനെ ഒന്ന് വിളിക്ക്. ഒരു ചെറിയ നാടകം കളിക്കാനുണ്ട്. ക്ലൈമാക്സ് ലീഡാ ചെല്ല്. ഫോൺ. എന്താപ്പാ? ആ ആ ആ ആ ശരി. പിന്നെപ്പാ, നീ ആ ഫാക്ടറിയുടെ സെയിൽ ഡീഡ് ഇങ്ങോട്ട് ഇട്. നമ്മൾ 3 പേരും ഇവിടെ ഒപ്പിട്ടേച്ച് ഇത് അങ്ങോട്ട് കൊണ്ടുചെല്ല. അപ്പൻ അവിടെ ഒപ്പിട്ടോളാവും. ഈ വയസ്സന്മാരുടെ ഓരോരോ നിർബന്ധങ്ങളെ. മൂപ്പര ഒപ്പിട്ടാലേ ഇത് രേഖയാകൂ. മൂപ്പരാണല്ലോ മാനേജിങ് ഡയറക്ടർ. ഇനിയിപ്പോ ഏതായാലും ഞാൻ തന്നെ ഇത് കൊണ്ടുപോയി അപ്പൻ്റെ കൈ കൊടുത്തിട്ട് വരാം. നേരെ അപ്പന്റെ റൂമിലേക്ക് പോകാവുള്ളേ. ഇടക്കേറി വീശി നാറ്റിക്കരുത്. ഡാടാ, അധികം വേണ്ട, ഒരു മയത്തിന്. നല്ല പാർട്ടിയാ. കക്ഷി നല്ല കീറല്ലേ? കൊള്ളാം. ഇവിടെയുള്ള സകല ബാത്റൂമിലും പുള്ളിക്കാരൻ സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഏടോ, താൻ എന്നതായി കാണിക്കുന്നത്? അവന്മാരവിടെ നോക്കുമ്പോൾ താൻ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്ഞ്ഞോണ്ടിരിക്കുന്നു. ഇതൊരുമാതിരി പന്നിയലി കപ്പച്ചോട് മാറുന്ന മാതിരി. ഓ, എന്തൊരു മനുഷ്യൻ! ഇവിടെ എന്ത് സ്റ്റൈലായി ഇറങ്ങിപ്പോയ ആളാ. വിത്തിൻ 2 minutes ഹീസ് ഔട്ട്. മനുഷ്യന്റെ കാര്യം അത്രേ ഉള്ളൂ. കുടുംബത്തെ നാറ്റിക്കാനുണ്ടായ അലവലാതി. ഉയ്യോ, എന്നാ മണവാടോ! തന്റെ ചെറുക്കൻ മഹാ വെള്ളമാണല്ലേ. അത് കൊള്ളാവുന്ന വല്ലതുമാണോ വലിച്ചു കയറ്റിരിക്കുന്നേ? കൊട്ടുപടിയല്ലേ? അതെങ്ങനാ തന്റെ അല്ലേ മകൻ? അതൊക്കെ പോട്ടെ. താനേ ദാ ഇതേലും ഒപ്പിട്ടെ. ഒപ്പിട്. കൊള്ളാം. സോ ഫാർ സോ ഗുഡ്. താങ്ക്സ്. ഇനി പീറ്ററിനെ ഒന്നുകൂടെ വിളിക്കുക. സക്കീറിനോട് ഇങ്ങോട്ട് വരാൻ പറയും, ഒറ്റയ്ക്ക്. അപ്പാ, അവന്റെ പെട്ടിയിൽ കാശ് എത്രയുണ്ട്? 3 ഉണ്ടെന്നാ പറഞ്ഞേ. എന്നാ ആകെ അത്രേ ഉള്ളൂ. അവന്റെ അപ്പന്റെ കയ്യിൽ കാലണിയില്ല. പഴയ ബന്ധം പറഞ്ഞ് എന്നോട് കടം പറയാൻ വന്നതാ. നീ ആ ചെറുക്കൻ ഇങ്ങോട്ട് പറഞ്ഞയക്കി ഒറ്റയ്ക്ക്. ഞാൻ നല്ല വാക്ക് പറഞ്ഞ് ഇവന്മാരെ ഒഴിവാക്കിക്കോളാം. ശരിയപ്പാ. മിസ്റ്റർ സക്കീർ അലി, നിങ്ങളോട് അപ്പന്റെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഓക്കെ ഗായ്സ്. ഫോൺ എവിടെ? ഓക്കെ. എടാ പീറ്ററെ, ജോണി ഓടി വാടാ. എടാ, ഉമാരൊക്കെ ചതിയന്മാരാ. സക്കീറും അവന്റെ അപ്പനും എല്ലാം ചതിയന്മാരാ. എടാ, നമ്മുടെ അപ്പനെ ഉമാര് തോക്കിന്റെ മുനയിൽ നിർത്തിയിരിക്കുക. അയ്യോ, കള്ളൻ എന്റെ എല്ലാം കൊണ്ടുപോയേ. കള്ളൻ പൂശാനുണ്ടോ? വടി വിട്, അപ്പാപ്പം പോട്ടെ മകനെ. നീ പോക്കോ.
സുഖല്ലേ? ആരാന്നാ? എവിടെ പോണു എന്നെ എവിടെ വിളിക്ക. പോണു എവിടെ പോവാ കളിക്കല്ലേടാ.